ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. അത് 10ാം ക്ലാസ്സും ITIയും പാസ്സാർക്കുള്ളതാണെന്ന കാര്യം പ്രത്യേകത. കൊച്ചി ഷിപ്പ്യാർഡിന്റെ കൊച്ചിയിലായിരിക്കും ജോലി എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കേരളത്തിൽ സ്ഥിരമായ ഒരു ജോലി ലഭിക്കാനുള്ള അവസരമാണ്. 210ഓളം ഒഴിവുകളുണ്ട് വിവിധ ട്രേഡുകളിലായിട്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. അവർക്കും അപ്ലൈ ഉള്ള അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു മിനി രത്ന ഷെഡ്യൂളെ കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നുള്ളത്. ഇതിലേക്ക് വർക്ക്മെൻ കാറ്റഗറിയിലെ SLCയും ITയും ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഓൺലൈനായിട്ട് വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇന്ന് മുതൽ അത് 2026 ജനുവരി 6 മുതൽ ജനുവരി 23 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വിവിധ ട്രേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡർ കം ഫിറ്റർ, അതിലേക്ക് 10ാം ക്ലാസ്സും IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഓൾ ഇന്ത്യ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഉണ്ടായിരിക്കണം. വെൽഡർ അല്ലെങ്കിൽ വെൽഡർ ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രേഡിലായിരിക്കണം. മിനിമം 5 വർഷം ഇത് നേടിയതിനു ശേഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത് ഷിപ്പ്യാർഡിലോ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കമ്പനിയിലോ ഗവൺമെന്റ് കമ്പനിയിലോ സെമി ഗവൺമെന്റ് കമ്പനിയിലോ ആയിരിക്കണം എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കും. അടുത്തത് വെൽഡർ കം ഫിറ്റർ എന്നുള്ളത് ഷീറ്റ് മെറ്റൽ വർക്കാണ്. അത് SSLCയും അതുപോലെ IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഷീറ്റ് മെറ്റൽ വർക്ക് എന്നുള്ള ട്രേഡിലായിരിക്കണം. ഇവിടെയും 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത വെൽഡർ കം ഫിറ്റർ എന്നുള്ളതാണ്. ഫിറ്റർ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം ക്വാളിഫിക്കേഷൻ സെയിം ആണ്. 5 വർഷം എക്സ്പീരിയൻസും വേണം. അടുത്ത പോസ്റ്റ് വെൽഡർ കം ഫിറ്റർ പ്ലംബർ ആണ്. അതിലേക്ക് 10ാം ക്ലാസ്സും IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും പ്ലംബർ അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റർ ട്രേഡിൽ ഉണ്ടായിരിക്കണം. 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്തത് വെൽഡർ കം ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നുള്ളതാണ്. അതിലേക്ക് 10ാം ക്ലാസ്സും IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതിനുശേഷം 5 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അടുത്ത വെൽഡർ കം ഫിറ്റർ എന്നുള്ള മെക്കാനിക് ഡീസൽ എന്നുള്ളതാണ്. അതിലേക്ക് 10ാം ക്ലാസ്സും IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും അതേപോലെ 5 വർഷം എക്സ്പീരിയൻസും ആണ് വേണ്ട യോഗ്യത. അടുത്ത പോസ്റ്റ് മെഷീനിസ്റ്റ് ആണ്. അതുപോലെ മെഷീനിസ്റ്റ് ട്രേഡിലുള്ള ITS സർട്ടിഫിക്കറ്റും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കും. 5 വർഷം പ്രവൃത്തി പരിചയം വേണം. അടുത്ത ഫിറ്റർ ഇലക്ട്രിക്കൽ എന്നുള്ളതാണ്. ഇവിടെ ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ബാക്കിയെല്ലാം സെയിം ആണ്. ഇലക്ട്രിക്കൽ ട്രേഡ് ആയിരിക്കണം എന്ന് മാത്രമുള്ള ഡിഫറൻസ്. അടുത്ത ഫിറ്റർ ഇലക്ട്രോണിക്സ്, ഇവിടെയും ബാക്കി എല്ലാ കണ്ടീഷനും സെയിം ആണ്. ഇലക്ട്രോണിക് മെക്കാനിക് എന്ന ട്രേഡിലായിരിക്കണം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. അടുത്ത ക്രെയിൻ ഓപ്പറേറ്റർ എന്നുള്ള ഇലക്ട്രിക്കൽ എന്നുള്ളതാണ്. ഇതിലേക്ക് 10ാം ക്ലാസ്സും IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും ഇലക്ട്രോണിക് മെക്കാനിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എന്ന ട്രേഡിൽ ഉണ്ടായിരിക്കണം. 5 വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റ് നേടിയതിനു ശേഷം. അടുത്ത ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സും അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും അതേപോലെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ട്രേഡിൽ ഉണ്ടായിരിക്കണം. 5 വർഷം പ്രവൃത്തി പരിചയം അവിടെ ഉണ്ടായിരിക്കണം. അടുത്ത ഷിപ്പ്രൈറ്റ് വുഡ് എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സും ITയും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും അതേപോലെ ഷിപ്പ്രൈറ്റ് വുഡ് എന്നുള്ള അല്ലെങ്കിൽ കാർപ്പന്റർ എന്നുള്ള ട്രേഡിലായിരിക്കണം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. 5 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അടുത്ത പെയിന്റർ എന്നുള്ളതാണ്. ബാക്കി എല്ലാ കണ്ടീഷനും സെയിം തന്നെയാണ്. പെയിന്റർ ട്രേഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. 5 വർഷം എക്സ്പീരിയൻസ് ഇവിടെയും വേണം. അപ്പൊ ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന ഇന്ന് മുതൽ 2026 ജനുവരി 6 മുതൽ 2026 ജനുവരി 23 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇനി വേക്കൻസികളുടെ എണ്ണം നോക്കാം. വെൽഡർ കം ഫിറ്റർ ഗ്യാസും ഇലക്ട്രിക്കും ഉണ്ട്, 40 വേക്കൻസികളുണ്ട്. വെൽഡർ കം ഫിറ്റർ ഷീറ്റ് മെറ്റൽ വർക്കടെ 56 വേക്കൻസി, ഫിറ്റർ 33 വേക്കൻസി, പ്ലംബർ 5 വേക്കൻസി, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 4, മെക്കാനിക് ഡീസൽ 14, മെഷീനിസ്റ്റ് 6, ഫിറ്റർ ഇലക്ട്രിക്കൽ 17, ഫിറ്റർ ഇലക്ട്രോണിക്സ് 8, ക്രെയിൻ ഓപ്പറേറ്റർ ഇലക്ട്രിക്കൽ 7, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 7, ഷിപ്പ്രൈറ്റ് വുഡ് 4, പെയിന്റർ 9. അങ്ങനെയാകെ 210 വേക്കൻസികൾ. അതിൽ 129 വേക്കൻസികളും അൺറിസർവ്ഡ് ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിൽ വേരിയേഷൻ വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വേക്കൻസി എണ്ണം കൂടാനും കുറയാനും സാധ്യതയുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 22,500 മുതൽ 73,750 എന്ന സ്കെയിലേക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം തന്നെ ഏകദേശം 41,795 രൂപ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കും. നാഷണൽ പെൻഷൻ സ്കീം, കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്, പോസ്റ്റ് റിട്ടയർമെന്റ് മെഡിക്കൽ അസിസ്റ്റൻസ്, അങ്ങനെയുള്ള ഏൺഡ് ലീവ് എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 35 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലോസിംഗ് ഡേറ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക.
അതോടൊപ്പം എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഒക്കെയുള്ള റിസർവേഷൻ ഉള്ളവർക്കൊക്കെ SC/ST-കാരാണ് 5 വർഷവും, OBC നോൺ ക്രീമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, റിസർവേഷൻ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും അവർക്ക് നിയമാനുസൃതം ലഭിക്കുന്ന ഇളവ് ഇവിടെയും ബാധകമായിരിക്കും. മാക്സിമം ഏജ് 45 പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫേസ് 1 ഒരു ഒബ്ജക്റ്റീവ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും, ഫേസ് 2 പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അതിൽ ഒബ്ജക്റ്റീവ് ഓൺലൈൻ ടെസ്റ്റിലേക്ക് 30 മാർക്കും അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് 70 മാർക്കും, അങ്ങനെ 100 മാർക്കായിരിക്കും പരീക്ഷ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി സെലക്ഷൻ പ്രോസസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മിനിമം മാർക്ക് ജനറൽ കാൻഡിഡേറ്റ്സും EWSന് 50% മാർക്ക് നേടിയെങ്കിലേ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. OBCക്ക് 45%, SC/ST-കാരായ കാൻഡിഡേറ്റുകൾ 40% മാർക്ക് പരീക്ഷയിലും ഇന്റർവ്യൂ കൂടെ നേടിയെങ്കിൽ മാത്രമേ അവർ ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മിക്കവാറും കേരളത്തിലായിരിക്കും പരീക്ഷാ സെന്റർ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അത് നമ്പർ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അനുസരിച്ചായിരിക്കും, വിവിധ ജില്ലകളിലായിരിക്കും പരീക്ഷ നടക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. എക്സ്പീരിയൻസും നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടിസ്ഥാനമാക്കിയാണ്. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 700 രൂപയാണ്, തിരിച്ചു കിട്ടത്തില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അത് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ SC/ST-കാരായ കാൻഡിഡേറ്റിന് ഫീസില്ല. ബാക്കി എല്ലാവരും 700 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് സമർപ്പിക്കും. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് ആയ www.cochinshipyard.in എന്ന സൈറ്റിൽ കരിയർ പേജിൽ പോവുക. ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം, അതിനുശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ നമുക്കിതിലേക്ക് ഈ വെബ്സൈറ്റ് വഴി ജനുവരി 23 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ നിങ്ങളുടെ ടെസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റ് ഒക്കെ നിങ്ങളുടെ വെബ്സൈറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് www.cochinshipyard.in എന്ന സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നമ്മൾ ഡൗൺലോഡ് എടുക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ career@cochinshipyard.in എന്ന ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്തരം വീഡിയോ പൂർണ്ണമായും കണ്ടിൽ അത് രേഖപ്പെടുന്നതോടൊപ്പം സ്ഥിരം ജോലിയാണ്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. കേരളത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥിരം കേന്ദ്ര സർക്കാർ ജോലിയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.